ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നതിൽ സന്തോഷിക്കുക അമ്മയും മകനും. ആഘോഷിക്കട്ടെ. ആ പുളുവനായ എന്റെ ആങ്ങള എന്നെ പറ്റി എന്തോ കമന്റ് പറയുന്നുണ്ട്. ഇന്ന് ചെല്ലട്ടെ കോടതിയിലോട്ട്. ഈ പോക്ക് ഒരു പോക്കാണെന്ന് ഇവളുണ്ടോ അറിയുന്നു. നാളെ കോടതി ജാമ്യം കൊടുക്കൂ ഈശ്വര. എന്റെ കുട്ടിയെ ജയിലിലേക്ക് വിടല്ലേ. മാഡം കിടക്കുന്നില്ലേ? മനസ്സിൽ തീയല്ലേ സുജെ? എങ്ങനെ ഉറക്കം വരാനാ? നാളെ എന്റെ കുഞ്ഞ്. ഒന്നും ഉണ്ടാവില്ല മാഡം. നമ്മളെല്ലാം ദൈവത്തെയല്ലേ വിളിക്കുന്നത്. നിരപരാധികളുടെ കണ്ണീര് ദൈവം കാണാതിരിക്കോ? മോനെ, വർമ്മ സാറിന് എങ്ങനെ ഇരിക്കണു? കുഴപ്പമില്ല ചാ, അങ്ങനെ തന്നെ ഇരിക്കുന്നു. നീ ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ ചാ. കോടതിയിലേക്ക് പോണ്ടേടാ. പോണം, സമയമായിട്ടില്ലല്ലോ. ഞാൻ കോടതിയിലേക്ക് വരണുണ്ട്. അതിനു മുമ്പ് എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ ചാ? നീ മനസ്സുരുകി നിൽക്കുമ്പോ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അച്ഛൻ കാര്യം പറയേ. മോനെ, ജഗന്റെ ഡെഡ് ബോഡി ഹോസ്പിറ്റൽ മോർച്ചറി കിടക്കുക. അനാഥപ്രേതം പോലെ. അവനാകെ ഒരേ ഒരു ബന്ധു മാത്രമേ ഉള്ളൂ. അത് കൂട്ടുകാരനായി ഞാൻ മാത്ര. പിന്നെ ഒരു പരിചയക്കാരി എന്ന നിലയ്ക്ക് പത്മാവതി മാഡമുണ്ട്. പത്മാവതി മാഡത്തെ ഇതിൽ പങ്കെടുപ്പിച്ച വരുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഞാൻ എന്താ വേണ്ടെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങണം. അത് സംസ്കരിക്കണം. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ ആരുമില്ല. അച്ഛാ, ഈ പ്രശ്നത്തിനിടയ്ക്ക് ഞാനത് വിട്ടുപോയതാ. അച്ഛൻ സമാധാനമായിട്ട് നിൽക്ക. കോടതിയിലെ കാര്യങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരിടാ. അച്ഛൻ ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചെറിയച്ഛൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ. ഭരണകാര്യങ്ങളുണ്ട്, മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അങ്ങ് നടക്കും. മറ്റു മന്ത്രിമാർക്കൊക്കെ അസുഖം വരാറില്ലേ? ഇതൊക്കെ അച്ഛനൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാം മോളെ. ഋതു, നമുക്ക് ഇറങ്ങാൻ സമയേ. വാ. ഹോം മിനിസ്റ്റർ വന്നോ രാജു? അദ്ദേഹം വന്നിട്ടില്ല. ഞാനും ഋതുവും കൂടി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കാത്തു നിൽക്കാം. വക്കീൽ എന്ത് പറഞ്ഞു? ജാമ്യം ഉറപ്പായിട്ടും കിട്ടുമെന്നാ അദ്ദേഹം പറയുന്ന. എന്നാ പിന്നെ ധൈര്യമായിട്ട് പോ. ഞാനിന്ന് ഡിസ്ചാർജ് ആയി വരും. നമുക്ക് നേരിടാം.
ഞാൻ പോട്ടെ അച്ഛാ. പോട്ടെ എന്നല്ല പറയേണ്ടത്, പോയിട്ട് വരട്ടെ എന്ന് പറ. എന്റെ മോള് പോയി വാ, ഒന്നും വരില്ല. ഉറപ്പായി നിനക്ക് ജാമ്യം കിട്ടും. പോയിട്ട് വാ. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. ഋതു, കരയാതെ. ചെറിയമ്മ, ഋതുമോളെ, ചെറിയമ്മായിക്ക് കണ്ണീര് ഒഴുകുവാണല്ലോ. എന്റെ മോള് പോയിട്ട് വാ. രാജു ഉണ്ടല്ലോ കൂടെ. ഒന്നും പേടിക്കണ്ട. കോടതിന്ന് മോൾക്കെതിരായി ഒന്നും ഉണ്ടാവില്ല. ഏട്ടന്റെ കൂടെ മറ്റാരും ഇല്ലല്ലോ മോളെ, അതാ ചെറിയച്ഛൻ കോടതിയിൽ വരാത്തെ. ചെറിയച്ഛൻ വരണ്ട. അച്ഛനൊറ്റയ്ക്ക് വിഷമിക്കും. ശേഖരൻ സാറ് മാറിയ ആ അംബിക വരും സാറിന്റെ അടുത്തേക്ക്. സാറിന്റെ സ്വസ്ഥതയും സമാധാനവും പോവും. മോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നതിൽ സന്തോഷിക്കുക അമ്മയും മകനും. ആഘോഷിക്കട്ടെ. ആ പുളുവനായ എന്റെ ആങ്ങള എന്നെപ്പറ്റി എന്തോ കമന്റ് പറയുന്നുണ്ട്. ഇന്ന് ചെല്ലട്ടെ കോടതിയിലോട്ട്. ഈ പോക്ക് ഒരു പോക്കാണെന്ന് ഇവളുണ്ടോ അറിയുന്നു. ഞാൻ പോയിട്ട് വരാൻ ചെറിയമ്മ. മോൾക്ക് ടെൻഷനൊന്നും വേണ്ട. എന്തിനാ ടെൻഷൻ? എന്നെ ഇതൊന്നും തളർത്തില്ല ചെറിയമ്മ. എന്നെ കാത്തു രക്ഷിക്കാൻ ഞാനും നിങ്ങളുമല്ല, ഒരു ദൈവം കൂടി മുകളിലുണ്ട്. ഋതു, വാ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെയാണുള്ളത്. ഇത് ആഭ്യന്തരമന്ത്രി വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു വെട്ടിക്കിളികളെല്ലാം കൂടെ പറന്നു വരുമെന്ന്. അങ്ങയുടെ പരിഹാസം ഞങ്ങൾ സൃഷ്ടിപരമായി എടുക്കാറുള്ളൂ. സന്തോഷം. അപ്പൊ എനിക്കെന്തും പറയാമല്ലോ. സാറിനെന്ത് പറയാം, പറയുന്നത് ഞങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്യും. അറിയാം. മുഹൂർത്തം തെറ്റിയെന്ന് ഞാൻ പറഞ്ഞ മൂത്രം തെറിപ്പിച്ചെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും.